വിധുവിന് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നല്ലോണം ഒന്ന് ഇരുത്തി ആലോചിച്ച. വിഷ്ണുവിന്റെ സിസ്റ്റർ. അപ്പോൾ അവരിവിടെ ബെർലിനിലാണ്, ജർമ്മനി. കുറച്ച് ദിവസമായി നമ്മൾ അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിക്കുന്നു. അവരും കുറച്ച് ദിവസമായി നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ കുറച്ച് ടയർഡായിരുന്നു, സെയിം റുട്ടീനും സെയിം കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നലെ രാവിലെ തൊട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഒരു ചേഞ്ചിന് ഒരു 1 വീക്ക് ബെർലിനിൽ പോയി നിന്നാലോ, മിഥുവിൻ്റെ അടുത്തൊക്കെ നിന്ന് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാമെന്നുള്ളത്. അങ്ങനെ രാത്രി ആയപ്പോൾ തീരുമാനമായി. ഫ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്യുന്നത് കാരണം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് എന്നാൽ ഫ്ലൈറ്റ് വേണ്ട, നമുക്ക് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 10 മണിക്കൂർ ഡ്രൈവാണ് ഇവിടുന്ന് ബെർലിനിലോട്ടുള്ള. രാവിലെ എണീക്കുന്നു, പടയുന്ന പാക്കിങ് തീർക്കുന്നു. ഏകദേശം ഇവിടുന്ന് ഒരു 10-10:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ ഈവനിങ്ങോട് കൂടെ നമ്മൾ ബെർലിനിലെത്തും. കുറച്ച് ഫുഡൊക്കെ നമ്മൾ യുവിക്ക് വേണ്ടത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം രാവിലെ വിഷ്ണു പറഞ്ഞതുപോലെ നേരത്തെ എണീറ്റ് വിഷ്ണു കാറ് ചാർജ് ചെയ്ത് വന്ന് കാറ് കഴുകി സമയത്ത് വീട്ടിലെത്തിയത് നമ്മൾ ചെറിയ വർത്താനം പറഞ്ഞ് തുടങ്ങിയതാണ്. വലിയൊരു വാഗ്വാദമായി. ഞങ്ങളിങ്ങനെ അടി ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായ തോന്നിയ വർത്താനം പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ ഒച്ചെടുക്കുക പരിപാടികളൊന്നുമില്ല. അത്രയൊന്നും എഫേർട്ട് ഞങ്ങൾ എടുക്കാറില്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് മണിക്കൂറുകൾ മിണ്ടാതിരുന്നു. ഇപ്പം യുവി ഉണ്ടായത് കാരണം മൊത്തത്തിൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതായത് അവന് മരുന്ന് കൊടുത്തോ, അവന് ഭക്ഷണം കൊടുക്കണ്ടേ, ആ മുട്ടൂത്തി പോന്നു, അങ്ങനത്തെ ഞങ്ങളുടെ കോഡ് വേർഡുകളൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഉപയോഗിക്കും. അങ്ങനെ കുറച്ചധികം നേരം മിണ്ടാതിരുന്ന് കഴിഞ്ഞ് പിന്നെ മിണ്ടി തുടങ്ങിയപ്പോൾ ഇപ്പോൾ സമയം ഓൾറെഡി 11:30 ആയി കേട്ടോ. പിന്നെ പോണോ വേണ്ടേന്നൊക്കെ ആലോചിച്ചു. പോവുന്നെ ആയിരിക്കും നല്ലത്. ഒരു ചേഞ്ച് ഇപ്പം നല്ലതാണ്. നമ്മൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ടയർഡാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജൂലൈയിൽ ഫസ്റ്റിൽ നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചത്. ജൂൺ 2nd വീക്ക് ആകുമ്പോൾ നാട്ടിൽ പോകാൻ ഒരു മാറ്റം ഇപ്പം അനിവാര്യമാണ്. ചെറുതായിട്ടൊരു ഒരു ചേഞ്ച് വേണം നമുക്ക്. അപ്പം അതുകൊണ്ട് അടിമാറി ശ്രദ്ധിക്കാം, നമുക്ക് ബെർലിനിൽ പോകാമെന്ന് വെച്ചു. അപ്പം എന്തായാലും ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മണിയാവും നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ പാതിരാത്രിയാവും അങ്ങോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ തൽക്കാലം വിചാരിച്ചു നമുക്ക് പകുതി വഴി വരെ ഡ്രൈവ് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം എണീറ്റ് ഡ്രൈവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഹാനോവറിൽ നമ്മളൊരു റൂം ഇപ്പോൾ ബുക്ക് ചെയ്തു. ഞാനിപ്പോൾ അതേ പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മനോഹരമായ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ബെർലിനിലോട്ട് പോവാം. ബെർലിനിലെ കുറച്ച് കാഴ്ചകളിലേക്ക് ആയിരിക്കും അടുത്ത കുറച്ച് വ്ളോഗുകൾ നമ്മൾ കാണുന്നത്. വിഷ്ണു ഒറ്റ കുട്ടിയാണോ, വിഷ്ണുവിന് സിബ്ലിങ്സ് ഒന്നും ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. വിഷ്ണുവിൻ്റെ അനിയത്തിയാണുള്ളത്. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. എന്നാലും പുതിയ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. വിഷ്ണുവിൻ്റെ അനിയത്തിയാണുള്ളത്. ഒരു കുഞ്ഞു മോനും ഉണ്ട്. ആരുഷ് എന്നാണ് പേര്, വിധു എന്നാണ് പേര്, പിന്നെ പ്രദോഷേട്ടനും. അപ്പോൾ ഇവരുടെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാനൊരു 50-60 തവണ ഞാൻ തുമ്മിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് എലർജി വരും പോവും അങ്ങനെയാണ്. നാട്ടിൽ വന്നാൽ ഞാൻ ആദ്യം ഇത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. തുമ്മി ചില പോയിന്റിലൊക്കെ മൂക്ക് അവിടെ ഉണ്ടോ എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമുക്ക് കഥ പറയാതെ പാക്ക് ചെയ്ത് വല്ല റെഡിയായി ഇറങ്ങാം. യുവി ഉറങ്ങുകയാണ്. എനിക്കുമ്പോഴേക്ക് പാക്കിങ് തീർക്കാൻ പറ്റുമോ നോക്കാം. വിഷ്ണു താഴെയാണ്. ബോറടിച്ചു. വിഷ്ണുവിനെയും യുവിനെയും ഇവിടെ കൊടുത്തിരുത്തി. എന്തുകൊണ്ടാണ് നമ്മൾ ബെർലിനിൽ പോലെ ലേറ്റ് ആയത്? താൻ എന്നെയായിട്ട് അടി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം സീരിയസ്ലി മനസ്സിലാക്കണം. നമ്മളൊന്ന് രാവിലെ അടിയില്ലേ? ഞാൻ എപ്പോഴും ശരിയാണ്. അവസാനം ഞാൻ ജയിക്കും. അപ്പൊ എന്തിനാണ് താൻ പ്രൊസസ് കൂടെ പോകുന്നത്? ഇത് പറയുന്നുണ്ട്. ഞാൻ ഏതൊക്കെയോ കോഡ്സ് കേട്ടിട്ട് പറയാം കേട്ടോ, എപ്പോഴും വൈബ്സ് ആർ റൈറ്റ് എന്നുള്ളത്. പക്ഷെ ഞാനും വിഷ്ണുവും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ അപാരമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നു പോകും ഞാൻ എന്താ സംസാരിച്ചതെന്നുള്ളത്. അങ്ങനെ അന്തം വിട്ട് കഴിഞ്ഞിട്ട് വിഷ്ണു തന്നെയാണ് നമ്മുടെ എല്ലാ അടിയിലും ജയിക്കാറ്, അല്ലേ? ആണ്, ഒരു സംശയമില്ല. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും വിഷ്ണു സംഭവിച്ചരും. ഞാൻ ശരിക്കും നിങ്ങളെ കാര്യമൊക്കെ കേട്ടോ. രാവിലെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള അടിയായിരുന്നു. പക്ഷെ എന്തിനാ അടി ഉണ്ടാക്കിയെന്ന് ഓർമ്മ ഉണ്ടോ? യുവീനെ ഇന്ന് എനിക്ക് മുടി വെട്ടിക്കണം, വിഷ്ണുവിന് ഇന്ന് മുടി വെട്ടിക്കണ്ട. എനിക്ക് പോണതിൻ്റെ മുന്നേ മുടി വെട്ടിക്കണം, വിഷ്ണുവിന് മുടി വെട്ടിക്കണ്ട. അതിനാണ് നമ്മൾ അടി ഉണ്ടാക്കിയത്. ഗെറ്റ് ഓവർ മാൻ, ദിസ് ഇസ് പാർട്ട് ഓഫ് ലൈഫ്. യുവിയുടെ ഫോർമുല എങ്ങനെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഹാൻഡിൽ ചെയ്യാറ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കാറില്ലേ? അപ്പോൾ ഒരു നേരത്തേക്ക് ആവശ്യമുള്ള അത്ര സ്പൂൺ നമ്മളിങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് കണ്ടെയ്നേഴ്സിലാക്കി എടുക്കും കേട്ടോ. ഇപ്പോൾ 150 ml ആണ് ഒരു നേരം കുടിക്കാറ്. അപ്പോൾ ഇങ്ങനത്തെ 5 സ്പൂണാണ് 150 ml വേണ്ടത്. ഇങ്ങനത്തെ ഒരു സ്പൂണിൽ നമ്മൾ 30 ml പാല് മിക്സ് ചെയ്യാനാണ് ഈ ഒരു ബ്രാൻഡ് പറയുന്നത് കേട്ടോ. ഓരോരോ ഫോർമുലയ്ക്ക് അനുസരിച്ച് അത് മാറുന്നുണ്ടായിരിക്കും, പക്ഷേ ഈ ഒരു ബ്രാൻഡിനനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആവശ്യമുള്ള അത്രയും ഡിഫറെൻറ്റ് കണ്ടെയ്നേഴ്സിലാക്കി എടുക്കും. പിന്നെ ഈ ഒരു ബോട്ടിൽ മോംകോസിൻ്റെ ഈ ഒരു ബോട്ടിലാണ്. ഇതിൽ നമ്മൾ
വെള്ളം എടുക്കും. അപ്പോൾ ചൂടാക്കിയിട്ട് നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. ഇത് അവസാനം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാവും എന്നുള്ളത്. ഇത് കണ്ടോ, ഇങ്ങനെ ഓരോന്നും ആവശ്യമുള്ള അത്ര നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ആമസോണിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, വേറെ വേറെ ഷേപ്പിൽ വരുന്ന കണ്ടെയ്നേഴ്സൊക്കെ. അപ്പോൾ ഒരു നേരത്തേക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ ബോട്ടിലെടുക്കുക, ഫീഡിങ് ബോട്ടിൽ. ഈ ഒരു സ്ഥലം തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഫീഡിങ് ബോട്ടിലിൻ്റെ അകത്തോട്ടിടാം. പാല് മിക്സ് ചെയ്യുക, നല്ലോണം ഇങ്ങനെ 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 അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും നോക്കി 4 ദിവസത്തേക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ പാക്ക് ചെയ്തെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്ന കുറച്ചൊക്കെ അങ്ങോട്ട് പാക്ക് ചെയ്തെടുക്കുക. ഡീറ്റെയിൽ പാക്കിങ്ങിന് പോയാൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങലുണ്ടാവില്ല. പിന്നെ ജർമ്മനിന്നല്ലേ, നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ കിട്ടുമായിരിക്കും. ഇവന്റെ ഫോമുല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യാതെ എടുക്കുന്നുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് യുവിക്ക് ഒരു വളരെ നല്ല സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് നിലത്ത് കിടക്കില്ല. അതായത് ഉറങ്ങുമ്പോഴും കിടക്കില്ല, ഉണർന്നിരിക്കുമ്പോഴും കിടക്കില്ല. സ്വന്തമായിട്ട് കളികളൊന്നുമില്ല നമ്മളിപ്പോൾ കളിക്കുന്നത്. അതായത് നമ്മൾ അവന് ട്രക്ക് ഉരുട്ടി കളിക്കുകയാണെങ്കിൽ ഒപ്പം മാത്രമേ ഉള്ളൂ. അവന് ഒരു സെക്കൻഡ് പോലെ അവന് മാറി നിൽക്കാൻ അവനിപ്പോൾ ഇഷ്ടമല്ല. രാത്രി ഉറക്കത്തിൽ തന്നെ നമ്മൾ എണീറ്റിട്ട് ഞാൻ മുള്ളാനൊക്കെ പോകുമല്ലോ, ആ സമയത്ത് തന്നെ ഇതുവരെ മുട്ടൂത്തി വന്ന് എത്തി വെക്കുന്നത് കാണാൻ ഞാൻ എപ്പോൾ വരുന്നുള്ളത്. നമ്മൾ സ്ലീപ്പ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ആക്ച്വലി ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു കേട്ടോ. കാരണം ഇവനെ കൊണ്ടുവന്ന് കിടത്തി ഇവന്റെ മ്യൂസിക് ഒക്കെ വെച്ച് പോയി കഴിഞ്ഞ് അവൻ സ്വന്തമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഒരു പോയിന്റിൽ എനിക്ക് തോന്നി അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളത്. ചെറിയ കുട്ടിയല്ല, എപ്പോഴും എൻ്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ തന്നെ എടുത്തുറക്കാനും കിടത്തി ഉറക്കാനും ഒക്കെ ആ പഠിച്ച സ്വഭാവം ഞാൻ മാറ്റിയെടുത്തു സ്ലീപ്പ് ട്രെയിനിങ്ങിന്റെ. പക്ഷെ അതിന് ശേഷമാണ് ഇങ്ങനെ അവനൊരു സെക്കൻഡ് പോലും നിലത്തിരിക്കാതെ തുടങ്ങിയത്. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പണിയും നടക്കില്ല, അതങ്ങോട്ട് സ്റ്റക്കായി പോകും. അറിയില്ല, പിന്നെ ഈ ഏജ് ടപ്പ് എന്ന് പറയുന്ന പോലെ തീരും ചെയ്യും. അതുകൊണ്ട് വിഷമമുണ്ടോ ആ സ്വഭാവം മാറ്റിയെടുത്തതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ പണികളൊന്നും നടക്കില്ല നമ്മുടെ എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് അതില്. പ്രശ്നമുള്ളപ്പോൾ ഡിസ്കസ് ചെയ്യാതെ എണീറ്റോ. സ്ലീപ്പ് ട്രെയിൻ ഇല്ലാത്ത കുട്ടിയാണത്. ഹായ് ഹായ്. അമ്മൂവിനെ കുറ്റം പറയായിരുന്നു, അമ്മൂവിനെ കുറ്റം പറയായിരുന്നു. ചൂടല്ല, അതുകൊണ്ട് ഞാൻ റോംബർ മാത്രമേ ഇടിക്കാറുള്ളൂ, അതിന്റെ മുകളിലൊന്നും ഇടിക്കാറില്ല. നമ്മക്ക് തന്നെ ഇട്ടിരിക്കുന്ന സംഗതികൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഇത്ര ചൂടുണ്ട്. പക്ഷെ ഞാനത് പറയുമ്പോൾ അമ്മ പറയാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ നാട്ടിലെന്ത് വേണമെന്നുള്ള നടക്കേണ്ടതായാലും ചൂടല്ലായിരുന്നു. യുവി പഠിച്ച പുതിയ സാധനം കാണിച്ചു കൊടുക്കുവോ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും? Wheels on the bus goes round and round, round and round, round and round. The wheels on the bus goes round and round, all through the town. വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹരത്തിലാട്ടോ. ആ ക്രിബ് കറക്റ്റ് ലെങ്ത് ആണ്, ഹൈറ്റ് ആണ്. അപ്പം അതിൽ പിടിച്ചു നിന്നതിൻ്റെ ഒരു പ്രൗഡ് മൊമെൻറ്റിലാണ് യുവി. ഡ്രസ്സിൽ ഫുൾ ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ പിന്നെ അത് വിട്ടു. ഇപ്പോൾ അതിൽ കാര്യമില്ല, അതെനിക്ക് മനസ്സിലായി. യുവി പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ യുവിക്ക്? പ്രൗഡ് മൊമെൻ്റ് ആണോ യുവിയുടെ? യൂഷിന് ഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി എൻ്റെ പാക്കിങ് കൂടെ ഉള്ളൂ. വിഷ്ണുവിൻ്റെ യുവിയുടെയും കംപ്ലീറ്റ് പാക്കിങ് നമ്മളോട് തീർത്തു കേട്ടോ. ഇനി അമ്മ ഒന്ന് പാക്ക് ചെയ്യട്ടെ. ഇത് എവിടുന്ന് പഠിക്കുന്നതാടേ കള്ളക്കരച്ചത്? എവിടുന്ന് പഠിക്കുന്നതാണത്? ഡേ കള്ളക്കരച്ചിൽ ഡേ കെയർ എന്ന് പറഞ്ഞിട്ടാണോ ഫ്രണ്ട്സ് ഇങ്ങനെ കരഞ്ഞാകുമ്പോൾ എടുക്കുന്നത്? നമ്മൾ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷാർക്ക് ടാങ്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിസിനസ് തുടങ്ങുമോ? ഫൈനലി റെഡിയായി. മുന്നേ ഞാൻ ഈ ഒരു ടോമിയുടെ ബാഗ്, ഒരു ടോട്ട് ബാഗ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ വലുത്? വാങ്ങിയ സമയത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇതിൽ വേണമെങ്കിൽ വിഷ്ണുവിനെ ഇട്ട് കൊണ്ടുപോകാന്ന്. അന്ന് നിങ്ങൾ പലരും എതിർത്തു, വിഷ്ണുവിന് ഇടാൻ പറ്റിയില്ലെങ്കിലും വിഷ്ണുവിൻ്റെ കൊച്ചിനെ ഞാൻ ഇട്ടിട്ടുണ്ട് ടോമിയില്. പോവാ നമ്മൾ അങ്ങനെ ഒരു 3-4 പെട്ടിയിൽ സാധനങ്ങൾ കയറ്റി വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ സ്ട്രോളറിന് അത്യാവശ്യം നല്ല സ്പേസ് എടുക്കുന്നതുകൊണ്ടേ നമുക്ക് വലിയ പെട്ടിയൊന്നും എടുക്കാൻ വയ്യ. നമ്മുടെ വണ്ടി മോഡൽ 3 ആണല്ലോ. മോഡൽ 3 ആരെങ്കിലും ഒരു കൊച്ചുണ്ടാവുന്ന സമയത്ത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
എനിക്കൊരു സജഷൻ ഉണ്ട്, നിങ്ങൾ മോഡൽ വൈ ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത്. കാരണം ഇതിൻ്റെ ബൂട്ട് സ്പേസും ബാക്കി കാർ സീറ്റും എല്ലാം കൂടെ വെക്കുമ്പോൾ കുറച്ച് കൺജഷൻ വരുന്നുണ്ട് വണ്ടിക്ക്. എൻ്റെ അമ്മയെ പേടിച്ചു പോയി. പെട്ടി കയറ്റി ഇവിടെ കുറച്ച് ടോയ്സ് കൊണ്ടുവന്ന് വെച്ചു. ഇറങ്ങാൻ നേരത്ത് എൻ്റെ RP കാർഡ് വെക്കുന്ന വാളറ്റ് കാണാനില്ല. അത് തിരഞ്ഞ് തലവേദന പിടിച്ച് മനുഷ്യന്. കൺട്രി നമ്മൾ മാറുന്നതുകൊണ്ട് ഏതെങ്കിലും ചെക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ RP കാർഡ് കൊണ്ടുപോകണം. അപ്പോൾ അതും കൂടെ അവസാനം കിട്ടി. ഇനി ഷൂവും കൂടെ വെച്ചാൽ കഴിഞ്ഞോ? ഇല്ല, അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അതൊന്ന് എടുത്തിട്ടോളൂ. രണ്ടുപേരും കിളി പോയിട്ട് ഇറങ്ങാനാണ് നോക്കി. നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചു. ആദ്യം നമ്മൾ ഇവിടെ തന്നെയുള്ളൊരു ഹോഫ് ഡോട്ട് സെൻറ്ററിലോട്ടാണ് പോകണം കേട്ടോ. കാരണം നമ്മൾ രണ്ടുപേരും ലഞ്ച് കഴിച്ചിട്ടില്ല. രാവിലെ ഞാൻ കുറച്ച് മുട്ട കഴിച്ചായിരുന്നു, വിഷ്ണു ഒരു ചിക്കൻ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് സമയം 2:30 പക്ഷെ എന്നാലും ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് യുവിക്ക് ആവശ്യമുള്ള 1-2 സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഓൺ ദ വേ ആണ് ഗീതുവിൻ്റെയും മൃദുവിൻ്റെയും വീട്. അപ്പോൾ യുവിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ പോയി പെട്ടെന്ന് ലഞ്ച് കഴിച്ച സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവനെയും കൂടെ നമ്മൾ ഒപ്പം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂറിൽ ചെയ്യേണ്ട കാര്യം നമ്മളൊരു 1.5-2 മണിക്കൂർ എടുക്കും. അത്രയ്ക്ക് സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല എന്ന്. പക്ഷെ ഒരു ഷഡേ നമുക്ക് അവിടെ പോയിട്ട് വരാം. യുവിനെ നമുക്കൊരു അരമണിക്കൂറിന് ഗീതുവിൻ്റെ അവിടെ നിന്ന് ആക്കിയിട്ട് നേരെ അങ്ങോട്ട് പോകും. ഗീതുവിൻ്റെ അത് നിൽക്കും. ഒരു 30 മിനിറ്റ്സിൽ അമ്മയും അച്ഛയും വരും കേട്ടോ. ഓക്കെ. ഇനി ഒരു മാസമായിട്ടുണ്ടായ വേറൊരു ഡെവലപ്മെൻ്റാണ്. യുവിക്ക് ചെറുതായിട്ട് പരിചയക്കേട് തുടങ്ങിയിട്ടുണ്ട്. അവൻ ഡേ കെയർ പോകുമ്പോൾ അവന് ഒരു പ്രശ്നവുമില്ല. അവൻ്റെ ടീച്ചർ തന്നെ വേണമെന്നില്ല. വേറെ ടീച്ചേഴ്സാണെങ്കിൽ അറ്റ്മോസ്ഫിയർ ഓക്കെ ആയിട്ടാണോന്ന് അറിയില്ല. പക്ഷെ അതല്ലാതെ ഇവിടെ ഇപ്പോൾ ഞാൻ, വിഷ്ണു, ഗീതു അത്ര മാത്രമേ ഓക്കെ ഉള്ളൂ. വേറെ ആരും അവൻ ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മുടെ സെക്കൻഡ് കിച്ചണിൽ നമ്മൾ തന്നെ വിളിക്കുന്ന ഒരു ടർക്കിഷ് ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നല്ല കുമ്പീർ കിട്ടും. കുമ്പീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഉരുളൻകിഴങ്ങൊക്കെ വേവിച്ച് അതിൻ്റെ അകത്ത് ചീസൊക്കെ ഇട്ട് പിന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾസും സോസും അതേപോലെ ചിക്കനും ഒക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്ന ക്രൊയേഷ്യ ഫുഡാണ്, പക്ഷെ ലേറ്റർ അത് ടർക്കി ഏറ്റെടുത്തു എന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മളൊരു അരമണിക്കൂറിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയില്ലേ, അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേയിരുന്നു ഞാൻ റൂം ബുക്ക് ചെയ്തത് ഹാനോവറിൽ. അതിൻ്റെ കൺഫർമേഷൻ ഇമെയിൽ ഇതുവരെ വന്നിട്ടില്ല. പൈസ പോവുകയും ചെയ്തു, പക്ഷേ ഇതുവരെ റൂം കൺഫേം ആവാത്ത പോലെയുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലൊന്ന് കുറച്ച് നേരം കിടന്ന് മല്ല് കെട്ടണം. മുഴുവൻ മുടക്കങ്ങളാണല്ലോ. ഇറങ്ങിയപ്പോൾ ടയർഡായിപ്പോയി. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ എന്നുള്ള രീതിയിൽ എപ്പോഴും യുവിയുടെ ഇങ്ങനത്തെ 1-2 ബോട്ടിൽ ഫുഡ് നമ്മൾ എക്സ്ട്രാ കയ്യിൽ വെക്കാറുണ്ട്. എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഫുഡ് കേടുവരെ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാലും അവൻ്റെ ഫുഡ് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ എന്നുള്ളൊരു ധൈര്യത്തിന്. ഒരു സാധനം ഉള്ളപ്പോൾ മറ്റൊരു സാധനം ഉണ്ടാവില്ല, മറ്റൊരു സാധനം ഉള്ളപ്പോൾ മറ്റൊരു സാധനം ഉണ്ടാവില്ല, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വിചാരിക്കായിരുന്നു പോക്ക് ക്യാൻസൽ ചെയ്താലോ എന്ന്. കാരണം വിഷ്ണു കുറച്ചധികം എക്സ്ഹോസ്റ്റഡ് ആയിട്ടുണ്ട്. ഞാൻ എക്സ്ഹോസ്റ്റഡ് എന്ന് പറയാനില്ല, പക്ഷെ ഞാനും കുറച്ചധികം മെൻ്റലി ടയർഡായിട്ടുണ്ട്. പാക്കിങ് അത് ഇത് മറ്റേത് മറിച്ച് തിരിച്ചു വന്നിട്ട് 5-ാം തീയതി എനിക്കൊരു ഷോർട്ട് ഫിലിം നമ്മളെല്ലാവരും മുന്നത്തെ അതേ ടീം ചേർന്നിട്ട് ചെയ്യുന്നൊരു കുഞ്ഞു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വന്നാൽ ഇതിന് പോകാൻ പറ്റുമോ, ടയർഡായി പോകുമോ എന്നൊക്കെ ഒരു സംശയം. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത റൂം booking.com വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് ക്യാൻസലായി പോയി. ഇനി അത് പിന്നെ അത് അങ്ങനത്തെ ഓരോരോ കളികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം പോകാൻ. സെയിം ഹോട്ടലിൽ സെയിം നമ്മൾ ബുക്ക് ചെയ്ത പോലത്തെ റൂം ഇപ്പോൾ അവൈലബിൾ അല്ല. നോക്കട്ടെ. പക്ഷെ റെക്കോർഡായില്ല. നല്ല പുതിയ കുർത്തയാണല്ലോ, ഗുഡാണ്. ഇന്ന് വൈകുന്നേരം നമുക്ക് ഈദ് പരിപാടി ഉണ്ടായിരുന്നു അമ്മയുടെ അവിടെ. അതിന് പോയാൽ മതി. അത് ചിലപ്പോൾ ഇനി നമ്മൾ അതിനെ ഒന്നും നിങ്ങളൊന്നും പോ, ഞങ്ങൾ ഇവിടെ നിൽക്കുക. ഇതൊരു Airbnb ആയി കാണാന്ന്. അടുത്ത ഒരാഴ്ച നാട്ടിൽ പോണവർ ഇവിടെ വരാതല്ലേ. അങ്ങനെ ചെയ്യാം. ഞങ്ങളൊരു തീരുമാനം എടുത്തു. ഞങ്ങളുടെ തീരുമാനം എന്താണ് പ്രതു? എനിക്കത്ര നല്ല ദൂരമായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ ഇനി വീട്ടിൽ കയറുന്നില്ല. ഞങ്ങൾ ഇനി ഇവിടെയാണ്. സുശീല പറയൂ പ്രതു, എന്താ തീരുമാനം? തീരുമാനം നിങ്ങൾ എന്നിവിടെ നിൽക്കുന്നതാണ്. രാവിലെ പോകും. നേരത്തെ 5 മണിക്ക് എണീറ്റിട്ട് വിടുന്നു. ഇനി വീട്ടിൽ കയറിയാൽ പിന്നെ നമ്മൾ ഈ ലൂപ്പ് കയറും എന്നുള്ള പേടി. 6 മണിക്കൂർ 58 മിനിറ്റാണ് ഡ്രൈവിംഗ് ടൈം അങ്ങോട്ട്. നാളെ രാവിലെ ഒരു 6 മണിക്ക് ഉറപ്പെട്ടാലും ഉച്ചയ്ക്ക് ഒരു 1 മണിയാകുമ്പോൾ എത്തും. ലഞ്ച് അവിടെ ഒറ്റയ്ക്ക് അത്രയ്ക്ക് സ്പീഡിൽ നമ്മൾ പോവില്ല.
ഓൾസോ മിനിമം 3 സ്റ്റോപ്പ് 4 സ്റ്റോപ്പ് ഒരു 3 സ്റ്റോപ്പ് 2 മണിക്കൂർ സ്റ്റോപ്പ് എടുക്കണം. എടുക്കേണ്ടി വരും. 2 മണിക്കൂർ അരമണിക്കൂർ 2 മണിക്കൂർ അരമണിക്കൂർ 2 മണിക്കൂർ അരമണിക്കൂർ. യുവി ഇത് ഞാൻ എടുത്തോളാം. ഓക്കെ, ആണെന്ന് പറഞ്ഞാൽ AC ആണെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എടുത്തോളാം. നല്ല ചൂടാണ്, അപ്പോൾ ടയേർഡാവും. മനസ്സിലായോ? AC എത്ര നല്ലതാണെങ്കിലും നമ്മൾ ടയേർഡാവും. പറ്റിയില്ല. എന്തുകൊണ്ടാണ് നമുക്കൊന്ന് പോകാൻ പറ്റാതിരുന്നത്? എങ്ങനെയാണ് തന്റെ അസസ്മെന്റ്? നാളെ നമ്മൾ ഇറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നാളെ നമ്മൾ 5 മണിക്ക് ഇറങ്ങും. 5 മണിക്ക് 5 മണിക്ക് ഇറങ്ങും. ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. 4:30 4:45 എഴുന്നേക്കുന്നു. ഇവനെയും 5 മണിക്ക് പറ്റില്ല. 6 5 5:30 6 പറ്റില്ല. കാരണം ഇവൻ ഒരു 8 8:30 വരെ ഉറങ്ങും. ആ സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു സാധനം പറ്റും, നല്ലൊരു ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാം. എന്തുകൊണ്ട് നമുക്കൊന്ന് പോകാൻ പറ്റില്ല? കോഫി 8:30 കിട്ടുള്ളൂ കേട്ടോ. എന്തുകൊണ്ട് നമുക്ക് എന്റെ ഫസ്റ്റ് കരച്ചില്ല ഞാൻ കോഫി കിട്ടുള്ളൂ. എന്തുകൊണ്ട് നമുക്കൊന്ന് പോകാൻ പറ്റിയില്ല എന്നാണ് വിചാരിക്കണത്? എന്തുകൊണ്ടാണ് നമ്മൾ എക്സോസ്റ്റഡ് ആയത്? ഇന്നത്തെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട് പാക്കിങ്, ഇവനെ മാനേജ്മെന്റ്, ഇവനെ വെച്ചോണ്ട് പാക്കിംഗ് ചെയ്യാൻ പറ്റില്ല. വെരി വെരി ഡിഫിക്കൽട്ടാണ്. കാരണം എന്താ പറയുക, ഇവനൊരു സെക്കൻഡ് ഇപ്പം നിലത്തിരിക്കില്ല. ഒരു സെക്കൻഡിന് ചുമ്മാ പറയില്ല. ഇപ്പം നമ്മൾ കണ്ടോ, നമ്മളിരുന്ന് ഇവിടെ ഇരിക്കും, ഞാനിരുന്ന് എൻ്റെ ഒക്കത്തിരിക്കും, എല്ലാ പിള്ളേരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അവനെ നമ്മളിങ്ങനെ മറ്റേ ബാഗിൽ, അതായത് കാരിയറിൽ ഫ്രണ്ടിക്ക് ഫേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവൻ 5-5 മിനിറ്റ് കൂടുമ്പോൾ എന്നെ കെട്ടിപ്പിടിക്കണം. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ ഇന്നെല്ലാം കൂടെ ഒന്ന് പാക്കിംഗ് ഉണ്ടായിരുന്നു, സൂപ്പർ ചാർജർ വർക്ക് ചെയ്യുമോ നോക്കാനുണ്ടായിരുന്നു, പിന്നെന്തായിരുന്നു, കാറ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഫുൾ ഒരു മരത്തിൻ്റെ ഇടയിൽ പാർക്ക് ചെയ്തിട്ട് ഫുൾ കാക്കി അങ്ങോട്ട് അപ്പിയിട്ട് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 3 പേരുടെ പാക്കിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞ് ഇറങ്ങി. സ്റ്റിൽ ഇപ്പം 5:30 ഇട്ടേ ഉള്ളൂ, നമുക്ക് പോവാം. പക്ഷെ ഭയങ്കര ടയർഡായിപ്പോയി. അപ്പം ഒന്ന് പോകണ്ടെന്ന് വെച്ചു. അതിനിടയിൽ എൻ്റെ RP കാർഡ് കാണാതെയായി. ഇവൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെൻറ്ററിൽ പോയി വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഹോട്ടൽ ബുക്ക് ചെയ്ത് ക്യാൻസലായി പോയി. എല്ലാം കൂടെ നെഗറ്റിവിറ്റി മാത്രം. പോവണ്ട എന്ന് വാണിംഗ് തരുന്നൊരു ദിവസം. അതുകൊണ്ട് നാളെ രാവിലെ 7 മണിക്ക് നമ്മൾ എണീറ്റ് അങ്ങനെ 5:30 എണീറ്റ് നമ്മൾ വിടും. 5:30 എഴുന്നേക്കല്ല, 5 മണിക്ക് എഴുന്നേക്കണം. 5:30 ആകുമ്പോൾ ഇറങ്ങണം. ഞാൻ കാര്യമായിട്ട് പറയണേ. കാരണം ഇവൻ ഉറങ്ങുന്ന സമയത്ത് 3 മണിക്കൂർ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വലിയ കിട്ടണം നമുക്ക്. കാരണം ഇവനെ ബുദ്ധിമുട്ടില്ല നമുക്ക്. പിന്നെ അവൻ ഉറങ്ങിയില്ല, ഉറങ്ങാത്തപ്പോൾ 2 മണിക്കൂർ ഓടിക്കുക, ബ്രേക്ക് എടുക്കുക, 2 മണിക്കൂർ ഓടിക്കുക, ബ്രേക്ക് എടുക്കുക. 3 മണിക്കൂർ ഇവനെ വെച്ച് നമ്മൾ ഇതുവരെ ലോങ് ഡ്രൈവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അറിയില്ല എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ആകെ കുറച്ച് ഇവനൊരു 6 മാസം ഉള്ളപ്പോൾ നമ്മൾ ബെൽജിയം പോയി അല്ലേ, ഒരു 3 മണിക്കൂർ. അന്ന് അവൻ കുറച്ചും കൂടെ കാർ സീറ്റിൽ ഇരിക്കുമായിരുന്നു. ഇപ്പം അവൻ്റെ ശരിക്കും കാർ സീറ്റ് മാറ്റേണ്ട പ്രായമായിട്ട് അവൻ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട് പ്രോപ്പർലി. അപ്പോൾ ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും 2 വീക്സ് എടുക്കുമെന്ന് പറഞ്ഞു കിട്ടാൻ. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ നാട്ടിൽ പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഒക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. നാട്ടിൽ കാർ സീറ്റ് വേണ്ട നമുക്ക് സീറ്റിൽ വെക്കാൻ. ഇത് കാർ സീറ്റ് ഇതിലിരിക്കില്ല നാട്ടില്. എവിടെ ഇവൻ ഇപ്പൊ ഇരുന്ന് തുടങ്ങിയ പ്രായം മോന് കിടക്കാൻ വലിയ താല്പര്യമില്ല. അപ്പൊ അതില് നാട്ടിലൊന്നും ഓർഡർ ചെയ്യാം. ഞങ്ങള് നാട്ടിലോട്ട് പോയിട്ട് ഞാൻ എൻ്റെ മുഖം ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോയിട്ട് ജൂൺ 2nd വീക്ക് ആവുന്നില്ല, ജൂൺ 1st വീക്കിൽ തന്നെ നമ്മൾ നാട്ടിലോട്ട് വരികയാണ്. ഇനി ഒരു 8-9 ദിവസം നമ്മൾ ട്രാവൽ ചെയ്യും. അപ്പോൾ നാട്ടിലെത്തിയിട്ട് വിഷ്ണു ഒരു 2-3 വീക്സ് കഴിയുമ്പോൾ തിരിച്ചു വരും. പക്ഷേ ഞാൻ നാട്ടിൽ അടിപൊളിയായിട്ട് ഒരു 2-3 മാസം നിൽക്കാമെന്നാണ് വിചാരിക്കണത്. കാരണം എനിക്ക് പോയി തിരിച്ചു വരാനുള്ള സമയമില്ല. സെപ്റ്റംബറിൽ അപർണയുടെ കല്യാണമാണ്. അപ്പോൾ ഒറ്റയടിക്ക് നിന്ന് 3 മാസം നിന്ന് തകർത്ത് പൊളിച്ചടക്കി. കല്യാണമൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 5-6 ആഴ്ച മുന്നേ നാട്ടിൽ കഴിയുമ്പോൾ എല്ലാ ഡ്രസ്സും ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. 5 പരിപാടി ഉണ്ട് നമുക്ക് മൊത്തം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോന്നിനും ലുക്ക് ഡിസൈഡ് ചെയ്യാനും എന്തിടണ്ടെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സമയം കുറേ കാലത്ത് എൻ്റെ കല്യാണത്തിന് ശേഷം അപർണയുടെ വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 5-6 ആഴ്ച മുന്നേ നാട്ടിലെത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഹാപ്പിയാണോ ഞാൻ നാട്ടിലോട്ട് വരുന്നില്ല? ഈ നാട്ടുപോക്ക് എങ്ങനെയാവോ? വിചാരിച്ച ദിവസം പോകാൻ വരുന്ന അടുത്ത ദിവസം ഫ്ലൈറ്റ് പറ്റി നോക്കി. ഗീതും പ്രതുവും ഇതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. എന്നോട് ആമി 150 തവണ പറഞ്ഞതാണ് ഇന്ന് കഴിഞ്ഞിട്ട് പോവാ. അത് ആമിയുടെ ശാപം തോന്നുന്നു. ആമി നമ്മുടെ വീട്ടിൽ പോയെന്ന് ഉറങ്ങട്ടെ. പക്ഷെ ഞാൻ അമീനെ വിളിച്ച് പറയണം ആഷിക്കിനെയും. അല്ല ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ വരില്ല എന്നുള്ളത് ഇന്ന് രാവിലെ വിളിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് ഇവിടെ കിടക്കാന്നുള്ളത്. തടച്ചിട്ടിരിക്കുക. എന്നാൽ പിന്നെ നാളെ രാവിലെ എണീറ്റ് അങ്ങനെ പോവാന്ന്. അപ്പോൾ വിഷ്ണുവിന് ഇപ്പോൾ വീട്ടിൽ പോകണമെന്ന്. വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങി സമാധാനത്തിൽ നാളെ രാവിലെ എണീറ്റ് പോകാമെന്നാണ് പറയണത്. നാളെ നമ്മളപ്പോൾ ബെർലിൻ ഒരു 5 മണിക്ക് എണീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ
ഉച്ചയ്ക്ക് 1:15 ആകുമ്പോൾ ഇവിടെ എത്തുന്നതാണ് നമ്മൾ വിചാരിക്കണം. ഇന്ന് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഈദ് പരിപാടി ഉണ്ടായിരുന്നു അമ്മിയുടെ അടുത്ത് കേട്ടോ, ആഷിക് അമ്മി അവിടെ. പക്ഷേ വയ്യ, എനർജി ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ മിസ് ചെയ്യാറില്ല. പക്ഷെ ഒന്ന് വയ്യ, അന്ന് ശരിക്കും ഫീൽ ചെയ്യണമെന്ന് ചെന്ന് കിടന്ന് ഉറങ്ങാനാണ്. ബാക്കി എല്ലാം പാക്ഡ് ആണല്ലോ, ചിന്തിക്കണ്ട. നാളെ രാവിലെ എണീറ്റപ്പോൾ അങ്ങനെ നമുക്ക് പോവാം. എൻ്റെ ചായ വരുന്നുണ്ട്. ഞാനിതിൽ സൈഡിൽ എൻ്റെ ഒരു പഴയ ഫോട്ടോ കൊടുക്കാട്ടോ. നിങ്ങൾ എന്നെ പഴയത് കാണാഞ്ഞിട്ടാണ്. ശരിക്കും എന്റെ നല്ല ചായ മുഖം തിരിച്ചൊന്ന് കാണിക്കടാ. മറ്റേ ജെൻഡർ റിവീൽ സ്കാനിന്റെ സമയത്ത് ഓർമ്മണ്ടോ? മറ്റേ കാല് മടക്കി വെച്ചിട്ട് ജെൻഡർ കാണാൻ പറ്റാതിരുന്നത്. നെക്സ്റ്റ് കാണിക്കടാ നിന്റെ മുഖം ഒന്ന് കാണിച്ചടാ. വീണ്ടും പോവാൻ പുറപ്പെടും. ചിലപ്പോ ഉച്ചയ്ക്ക് കൊടുത്തും ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് കാണാന്ന് പറഞ്ഞ കേട്ടോ. യൂഷിയും കൂടെ ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ ഒന്ന് ആൽബർട്ടൈനിൽ പോകാന്ന് വിചാരിച്ച്. എനിക്കിന്ന് ആക്ച്വലി അങ്ങോട്ട് വിധുവിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ബേക്കറി വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, സ്ട്രൂപ്പ് വോഫിൾസ് അങ്ങനത്തെയൊക്കെ. പക്ഷെ തിരക്കും ഓട്ടം കാരണം എനിക്ക് ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നാളെ പോകുന്നുണ്ട്. ഇവിടെ ആൽബർട്ടൈനിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു ബട്ടർ കേക്ക് അതെ, അല്ല അവർക്കല്ല അൽക്കയ്ക്ക് ഇഷ്ടമുള്ള, പക്ഷെ അത് ഭയങ്കര അടിപൊളിയാന്ന് ഞാൻ പിന്നെ കൊടുത്ത എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് നല്ല സാധനങ്ങൾ വാങ്ങിയിട്ട് ഞാൻ വരാമെന്ന് വിചാരിച്ചു. വിഷ്ണു യുവിയും കൂടെ ഉറങ്ങാൻ പോയിട്ടുണ്ട്. അതിൻ്റെ യുദ്ധമാണ് നിങ്ങൾ കേൾക്കണത്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഈ ആൽബർട്ടൈനിൽ തന്നെ ബേക്കറീസ് ഒക്കെ പല ബ്രാൻഡ്സ് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ ആൽബർട്ടൈൻ്റെ തന്നെ ബ്രാൻഡിൽ വരുന്ന ഈ കാണുന്ന കൊക്കോസ് കുക്കി, അതേപോലെ തന്നെ ബട്ടർ കേക്ക്, അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ അൽക്ക വന്ന സമയത്താണ് ആദ്യമായിട്ട് നമ്മളൊന്ന് വാങ്ങി ട്രൈ ചെയ്യുന്നത്. അന്ന് ഇത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങി ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. ഈദ് പരിപാടി മിസ്സായത് ചെറിയൊരു വിഷമം. കുറേ മുന്നേ പ്ലാൻ ചെയ്താട്ടോ നമ്മള്. എനിക്ക് തോന്നുന്നു മെയ്, ഏപ്രിൽ, മാർച്ച്, ഫെബ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്മയുടെ അവിടെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പരിപാടി ചെയ്യാന്നുള്ളത്. നമ്മൾ പോവാന്ന് വിചാരിച്ചായിരുന്നു. പിന്നെയാണ് ഞാൻ പറഞ്ഞ ഒരു ചേഞ്ച് വേണം തോന്നി റുട്ടീന്ന്. പക്ഷെ അത് റുട്ടീനിൽ കൂടെ പോകുന്നേ തോന്നി. കഴിഞ്ഞൊരു 2-3 വീക്സ് ആയിട്ട് എനിക്ക് കുറച്ചൊരു ഇങ്ങനെ ഡൗൺ ഫേസ് വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അങ്ങോട്ട് അപ്പാവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഒരു തെറാപ്പി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ ഞാൻ ഓൺലൈൻ ഒരു തെറാപ്പി എടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ചേഞ്ച് വരാനായിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു മാറ്റം വേണം തൽക്കാലം. എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നി തൽക്കാലം, കുറച്ച് കാലത്തേക്ക്. കാരണം ചേഞ്ച് വരുമ്പോഴാണല്ലോ നമുക്കൊന്ന് റീതിങ്ക് ചെയ്യാനും ഒന്നും കൂടെ നമുക്കൊന്ന് ഉഷാറാവാൻ പറ്റുക. അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് ടിക്കറ്റ് നേരത്തേക്ക്. പിന്നെ അതിന്റെ ഒപ്പം കുറെ വിധു അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറയണു. എന്നാൽ പിന്നെ ഇന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഓൾറെഡി ഇന്നലെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്, ഖേദം അറിയിച്ചായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടും കൂടെ ഇന്ന് പോവാൻ പറ്റാതെ ആവുമ്പോ ഒരു സുഖമില്ല. പോവാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം നമുക്ക് ചില സമയങ്ങളിൽ തീരെ സംസാരിക്കാൻ തോന്നുന്നില്ലല്ലോ. ഒരു ഇങ്ങനെ സംസാരിച്ച് ഫുഡ് കഴിച്ച് നമുക്കൊരു ഫ്രീ ആയിരിക്കുന്ന സമയത്താണല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആയിരിക്കുന്ന സമയത്താണല്ലോ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുക. പക്ഷെ ഭാഗ്യവശാൽ അല്ലെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ കൂട്ടുകാർക്കെല്ലാം എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവും. അവരായിരുന്നു എൻ്റെ കഴിഞ്ഞ ഈ ഒരു 3 ആഴ്ചയിൽ ഏറ്റവും എൻ്റെ സപ്പോർട്ടിങ് പില്ലേഴ്സ് ആയിട്ട്. ഇങ്ങനെ തുമ്മി കഴിഞ്ഞാൽ എനിക്ക് ഒപ്പം നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലെങ്കിലും ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇനി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയാണോ എന്താണ് എനിക്ക് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാനുള്ള അവസ്ഥയിൽ ഞാൻ എത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ എൻ്റെ എത്രയോ ബെറ്റർ ഫേസിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും. പക്ഷെ എനിക്കൊരു വിഷമം പോകാൻ പറ്റില്ല. എന്തിനാ ഞാൻ ഇപ്പോൾ പറയണമെന്ന് അറിയില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയണം തോന്നും എനിക്കിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എൻ്റെ സ്റ്റാൻഡ് എല്ലാം കാറിലാണ് കേട്ടോ. അതുകൊണ്ട് ആംഗിൾ അത്ര ശരിയുണ്ടായിരിക്കില്ല. എല്ലാം ഞാൻ ഒരു മിനിറ്റ് എല്ലാം ഞാൻ കാറിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. കാരണം അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കാറിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ പുറത്തിറക്കൂല. നാളെ എണീറ്റ് നേരെ പോയി കാറിൽ കയറുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ. നമ്മളിങ്ങനെ റോഡ് ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മളെല്ലാം കുക്ക് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അമ്മയും അച്ഛനും വന്ന സമയത്ത്, വിഷ്ണു കേൾക്കണ്ട, അമ്മയും അച്ഛനും വന്ന സമയത്ത് നമ്മൾ സ്വിസ്സിൽ പോയില്ലേ, അന്ന് നമ്മൾ കുറേ ഫുഡ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫീൽ അല്ലേ പോകുന്ന വഴിക്ക് നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു തിരക്കും ബഹളും കാരണം, അല്ലെങ്കിൽ എനിക്ക് എത്താത്തത് കാരണം, അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റാത്തത് കാരണം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നാളെ എന്തായാലും ഇപ്പം ഇങ്ങനെ സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മുട്ട ബർജി ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓൺ ദ വേ അത് കഴിക്കാമല്ലോ.
വിഷ്ണു യുവി ഉറക്കാണ്. എനിക്ക് ഉറക്കം വരുന്നില്ല. പോയി ഉറക്കം വരുന്നില്ല. അപ്പോൾ കുക്ക് ചെയ്യുന്നതിനിടയിൽ ഞാൻ അമീനെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഇതേ നല്ല സുന്ദരികളായിട്ട് ഈദ് പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി, ചിക്കൻ ഫ്രൈ, ബീഫ് റോസ്റ്റ് ഒക്കെ ആയിരുന്നു. എല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു എന്നുള്ള ഫീഡ്ബാക്ക് പറഞ്ഞു കേട്ടോ. ഒറ്റയ്ക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ, അതായത് ഇവർ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യില്ലേ, എനിക്ക് ഏറ്റവും ഇപ്പോഴും സ്റ്റിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ആകെ പരത്തൂലോ, അവിടെ ഇവിടെയൊക്കെ വെച്ച് തെപ്പിക്കും. ഒരു കുളി ആവശ്യമാണ് ഭക്ഷണം കഴിപ്പിന് ശേഷം. അതും നമ്മൾ നല്ലോണം തുടച്ചെടുത്ത് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് കുളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷെ ഇതൊരു ഫേസ് ആണെന്നാണ് ഞാൻ വായിച്ചു നോക്കിയപ്പോഴൊക്കെ മനസ്സിലായിട്ടുള്ളത് കേട്ടോ. ഇത് അവർക്ക് ആ ഫുഡ് ഫീൽ ചെയ്ത് കഴിഞ്ഞാലാണ് അവർ കൂടുതൽ കഴിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ സ്പൂണിൽ കൊടുത്തിരുന്ന സമയത്തും ഞാൻ സ്പൂണിൽ ഒരു കൈ അവരുടെ ഇങ്ങനെ കയ്യിൽ കൊടുക്കും യുവിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് ഫീൽ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇവിടെ GGD എന്ന് പറയും, ഇവിടുത്തെ ഇവരുടെ ഗ്രോത്ത് ചെക്കപ്പിന് പോയില്ലേ, അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞായിരുന്നു അങ്ങനെയാണ് പിള്ളേർക്ക് ആ ഒരു ഫീല് കൂടുതൽ അവർക്ക് കിട്ടുന്നത് അല്ലേ. എന്താ അവസ്ഥ നോക്കണേ. യുവി അതൊരു ഇഡ്ഡലിയാണ്, പീച്ച് കയ്യിലെടുത്തിട്ട്. ഇതൊരു ഇഡ്ഡലിയാണ്, നീ മറക്കരുത് അത്. സമയം 9 മണിയായിട്ടുണ്ടേ. യുവിക്ക് ഡിന്നറൊക്കെ കഴിഞ്ഞ് വിഷ്ണു ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഞാൻ ചുമ്മാ കുറച്ച് നേരം ഒന്ന് പുറത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് സൺസെറ്റ് ആവുന്നേ ഉള്ളൂ. ഇന്ന് 9:50 എന്തോ ആണ് സൺസെറ്റ്. പക്ഷെ നല്ല വെതർ കേട്ടോ, നല്ല രസമുണ്ട്. ചെറിയ കാറ്റും, വെയിലില്ല, തണുപ്പില്ല. ഇത് നല്ലൊരു ചെറിയ കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു. എങ്ങനെയോ നമ്മൾ ബെഡിലെത്തിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ചിക്കൻ മാരിനേറ്റ് വെച്ചത് ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഡീപ് റോസ്റ്റ് ചെയ്തിട്ട് ഗ്രില്ല് വെച്ചു. ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ കാരണമാണോ എന്നറിയില്ല, ചിക്കൻ നല്ല ഉഷാറായി കരിഞ്ഞു, കരിങ്കട്ട പോലെയായി. അവസാനം ചപ്പാത്തി മാത്രം കഴിച്ച ഞാനും ഇഷ്ടം കൂടെ കറക്കാൻ വേണ്ടി പോവാണ്. ചില ദിവസം അങ്ങനെയും സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ദിവസം പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. ഇപ്പോൾ സമയം 11:30. നമ്മൾ കിടന്നിട്ട് നാളെ രാവിലെ ഒരു 4:45 എണീറ്റിട്ട് ഒരു 5:30 ആകുമ്പോൾ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കണം. യുവിയുടെ ഫസ്റ്റ് ഉറക്കം കഴിയുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 30-35% ഓഫ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന പോലെ. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ എല്ലാ പാളിപ്പോയ വഴികളും കണ്ട് എന്നെ മുഴുവൻ കണ്ടെത്തുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹവും അറിയിച്ചും കൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. അടുത്ത വീഡിയോ നമ്മൾ ബെർലിൻ പോയി ഇരിക്കും. ഓക്കെ.